ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രോപ്പ് ഡൗൺ ആണ്. എന്താ സംഭവം? ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്യണം. നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം, ഒരു പെർട്ടിക്കുലർ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ട് ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മേഖലയിലും, ഇപ്പോൾ ഹോസ്പിറ്റലായിക്കോട്ടെ, ഇപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ എന്തിൻ്റെയാണ് ബ്ലഡ് ഗ്രൂപ്പ്, ഇപ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ബ്ലഡ് ഗ്രൂപ്പ് സെർച്ച് ചെയ്യുമ്പോൾ അത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് അതിനനുസരിച്ചിട്ട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടും. ഏത് പേരാണോ അല്ലെങ്കിൽ ജില്ലയാണോ വാട്ടവർ. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കൺട്രി ഉണ്ട്, മെയിൻ ഹോബീസ് ഉണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും മെയിൻ ആയിട്ടുള്ള ഹോബീസ് ജസ്റ്റ് കൺട്രി മാറ്റി ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് ഓരോന്ന് മാറ്റി കൊടുക്കുന്നതനുസരിച്ചിട്ട് നമുക്കതിൻ്റെ ഹോബീസും നമുക്ക് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള തൊട്ടടുത്തുള്ള കോളത്തിൽ കിട്ടുന്നുണ്ട്, സെല്ലിൽ കിട്ടുന്നുണ്ട്. സോ ഇതെങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ ഡ്രോപ്പ് ഡൗൺ മെനു അതേപോലെ തന്നെ vlook ഈ രണ്ട് സംഭവം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാണ്. ജസ്റ്റ് ഈ ഡ്രോപ്പ് ഡൗണിനെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് കളയണം, അല്ലാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന് തൊട്ടടുത്തുള്ള കോളത്തിൽ നമുക്ക് വാല്യൂ കിട്ടണം എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതിപ്പോൾ ഏതൊരു ഫീൽഡ് ആയിക്കോട്ടെ, നമുക്കിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫീൽഡ് ആയിക്കോട്ടെ, നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. നമുക്കിത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം കൺട്രീൻ്റെ അവിടെ ആ ഒരു താഴെ ഏത് സെല്ലിലാണോ നമുക്ക് ഡ്രോപ്പ് ഡൗൺ വേണ്ടത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതിൽ നിന്ന് നമുക്ക് ഡാറ്റയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സലിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത്. നമുക്കത് ഓൾറെഡി എല്ലാവർക്കും അറിയാൻ കഴിയും. കാരണം ഡാറ്റ എന്ന് പറയുന്നത് ഈസ് വെരി അഡ്വാൻസ്ഡ് ലെവലായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഡാറ്റ എടുക്കുക. ഡ്രോപ്പ് ഡൗൺ മെനുവിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതേപോലെ അതിൻ്റെ പർപ്പസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്ക് എങ്ങനെ അത് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡാറ്റയിൽ പോയിട്ട് ഡാറ്റ വാലിഡേഷൻ എടുക്കുക, ഏത് സെല്ലിലാണോ വേണ്ടത് അവിടെ. പിന്നെ നമുക്ക് ഇനി എന്താ വെച്ചാൽ എനി വാല്യൂസ് ഉണ്ട്, അതിൻ്റെ താഴെയായിട്ട് ഒരു ഇതുണ്ട്. അതിൽ എനി വാല്യൂസിൽ നമ്മൾ ലിസ്റ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് ലിസ്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഞാൻ നെക്സ്റ്റ് ഇതിൽ സോയ്സിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടേബിൾ ഏതാണോ ആ ഒരു പെർട്ടിക്കുലർ ടേബിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട ഏത് ടേബിളാണ്, ഈ ഒരു കൺട്രി എന്നുള്ള ടേബിളാണ്. സോ ആ ടേബിളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. വളരെ ഈസിയാണ് കേട്ടോ ഡ്രോപ്പ് ഡൗൺ മെനു പറയുന്നത്. സോ നമ്മൾ ജസ്റ്റ് പിന്നെ ആ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മൾ നോക്കി നോക്കുക, ദെൻ ഓക്കെ കൊടുക്കുക. ക്ലിയർ ആണ് കൊടുത്താൽ നമ്മൾ സെലക്ട് ചെയ്തത് പോകും. സോ നമുക്കിപ്പോൾ ആ ഒരു നമ്മൾ പെർട്ടിക്കുലർ സെല്ലിൽ ഇതേപോലെ ഡാറ്റാസ് വന്നിട്ടുണ്ട്. ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് ഏത് ഡാറ്റയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഈ ഒരു സെക്ഷൻ ഓക്കെയല്ലേ. ഇനി നമുക്ക് വേണ്ടത്, നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് vlookupആണ്. വെർട്ടിക്കൽ ലുക്കപ്പ് പറഞ്ഞാൽ പെർട്ടിക്കുലർ വാല്യൂവിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള വാല്യൂ vlook എന്നിടാം. അപ്പോൾ സിമ്പിളായിട്ട് vlookupൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. vlook, പിന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആവും. ഏതാണ് ലുക്കപ്പ് വാല്യൂ വേണ്ടത്, ഏതിലേക്കാണ് നമ്മൾ വേണ്ടത്, വെർട്ടിക്കൽ വാല്യൂ വേണ്ടത്, ആ ഒരു ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് കൺട്രി ജർമ്മനി ആ ഒരു ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ടേബിൾ അത് നമുക്ക് ഏത് ടേബിളാണ് വേണ്ടത്, ഈ ഒരു പെർട്ടിക്കുലർ ടേബിളാണ് വേണ്ടത്. സോ ആ ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെയും കോമ ഇട്ട് കൊടുക്കുക. കോമ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എത്ര കോളം സെലക്ട് ചെയ്തിട്ടുണ്ട്, 2 എണ്ണം. സോ ആ 2 എണ്ണം എന്താ, പിന്നെ ഇതേപോലെ കോമ ഇടുക. പിന്നെ നമ്മൾ ഫീൽഡ്സ് ഓഫ് ട്രൂത്ത് അത് നമുക്ക് 0 വാല്യൂ ഇട്ട് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കൊടുക്കുക. സോ നമുക്ക് ഏതിൻ്റെ നേരെയുള്ള വെർട്ടിക്കൽ വാല്യൂ ആണോ വേണ്ടത് അത് നമുക്ക് കിട്ടും. സോ ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ സ്പെയിൻ എടുത്തു, സ്പെയിൻ്റെ നേരെയുള്ളത് കിട്ടി. അതേപോലെ ചൈന, അല്ലെങ്കിൽ ഇന്ത്യ, അതിൻ്റെ നേരെയുള്ള വാല്യൂ കിട്ടി. അങ്ങനെ ഓരോന്നിൻ്റെ പെർട്ടിക്കുലറായിട്ട് ഏത് വാല്യൂ ആണോ വേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് തൊട്ടടുത്തുള്ള കോളത്തിൽ കിട്ടും. ഇതാണ് നമുക്ക് vlook, അതേപോലെ ഡ്രോപ്പ് ഡൗൺ മെനുവിൻ്റെ കമ്പൈൻ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതിന് ഞാൻ പറഞ്ഞു ഓൾറെഡി, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് ഡൊണേഷൻ അല്ലെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ മെറ്റീരിയൽ കാണാൻ വേണ്ടിയിട്ട് ഏത് രാജ്യത്ത്, അങ്ങനെയൊക്കെ ഒരുപാട് പർപ്പസ് ഉണ്ട് ഇതിന്. ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ സപ്പോർട്ട് ആൻഡ് ലവ്. താങ്ക് യു.